കുറച്ച് ദിവസമായി വരണം വരണം വിചാരിക്കണോ. അപ്പളേക്ക് ഓരോ തിരക്കായിട്ട് വരാൻ പറ്റാണ്ടേ. 2 ദിവസം വൈകിയപ്പോഴേക്കും ഇവിടുന്ന് വിളി വന്നു. അമ്മ വിളിച്ചാ? ആ. എന്തെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞ്? എന്തൊക്കെയോ കുറേ സങ്കടം പറഞ്ഞായിരുന്നു. നമ്മളൊന്നും ആർക്കും വേണ്ട, ആർക്കും വരാൻ ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഇത്തിരി വെയ്യായി അധികം ഉണ്ട് തോന്നണൂല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. അതാ. അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് തീരെ വയ്യാണ്ട് ആശുപത്രി പോയി വന്നിക്കാണ്. നീ ഒന്ന് വാടി പറഞ്ഞിട്ടാണല്ലോ എന്നെ വിളിച്ച്. ആ, ആശുപത്രിക്കൊക്കെ പോയി. അത് വയ്യായി അധികമായിട്ടൊന്നും അല്ല. ഉമ്മാക്ക് മാസം മാസം ഉമ്മാനെ ഡോക്ടറിനെ പോയി കണ്ട് പരിചയം പുതുക്കിയില്ല പറഞ്ഞാലേ ഒരു സമാധാനക്കേടാണ്. അതിന് പോയതാ. കുഴപ്പമൊന്നുമില്ല. BP കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, ഭക്ഷണം നിയന്ത്രിച്ചാൽ മതിയേ പറഞ്ഞു. അതിനെങ്ങനെയാണ് ഉമ്മാക്ക് ഉണക്കമീനും അച്ചാറില്ല പറഞ്ഞാൽ ചോറ് ഇറങ്ങില്ലേ? അത്രയ്ക്കൊന്നും തിന്നണ്ട, ഒരു പാകത്തിനൊക്കെ തിന്നിയും പറഞ്ഞാൽ പറയും ഞാൻ തിന്നാൻ കൊടുക്കണേന് കണക്ക് പറയുകയാണെന്ന്. പിന്നെ ഞാൻ എന്താണെന്നും കാട്ടുക. നീ അതൊന്നും കാര്യാക്കണ്ട. വയസ്സും പ്രായം ആയതല്ലേ, അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ ഓർത്ത് വിട്ടാൽ മതി. ഞാൻ അങ്ങനെ തന്നെ കണക്കാക്കണുള്ളൂ. അത് ഉമ്മ നല്ലോ മുതലെടുക്കണുണ്ട്. വേറെ 2 മരുമക്കളുണ്ടല്ലോ ഉമ്മാക്ക്. തിരിഞ്ഞു നോക്കണില്ല കണ്ട. എന്താ കാട്ടണെന്ന് നോക്കട്ടെ പോയിട്ട്. നീ വന്നിട്ട് ഇത്ര നേരമായിട്ട് അങ്ങോട്ട് പോകാണ്ടായാലേ അതിന് പറയും നീ എന്നെ കാണാനേ വന്ന് അതോ നാത്തോനടുത്ത് വർത്താനം പറയാനേ വന്നതെന്ന്. അപ്പൊ അറിയാലേ. എന്താ അറിയാണ്ട്, ഒക്കെ അറിയാം. എന്നാ പോയിക്കോളി, ഞാൻ അതിന് മുഹൂർത്തം തെറ്റണ്ട. ഒരു തള്ള അവിടെ മുക്കിൽ കിടക്കണ്ടെന്നുള്ള വിചാരമൊന്നും ഇല്ല അല്ലേ? ആ, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. ഇനി മക്കൾക്കും മരുമക്കൾക്കൊക്കെ നമ്മളൊരു അധികപ്പറ്റായിരിക്കുവേ. ഞാൻ അതിന് വന്നിട്ട് പോയിട്ട് 10-12 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എനിക്കങ്ങനെ ഓടി ഓടി വരാൻ പറ്റുമോ? അവിടെ 100,000 കാര്യങ്ങളുള്ളതല്ലേ. നീ വന്നപ്പോ നിന്റെ കയ്യിലൊരു പൊതി കണ്ടാർന്നല്ലോ. എവിടെ അത് വെച്ച്? അത് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവൾ തരുമല്ലോ നിങ്ങക്ക്. തന്നതന്നെ. അവർക്ക് പറ്റിയതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്നിനും പറ്റാത്തത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. എന്നാ അവളത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരികയല്ല. നിങ്ങളൊന്ന് പതുക്കെ പറഞ്ഞ ഞാൻ അവളത് കേട്ടിട്ട് വരണ്ട. അവളെന്ത് കേട്ടാ വിചാരിക്കുക? നിങ്ങൾ കുറ്റം പറഞ്ഞ് ഞാനും കൂട്ടി കേട്ട് നിൽക്കണമെന്നല്ലേ തോന്നുള്ളൂ. തോന്നിക്കോട്ടെ. തോന്നിയാലും ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. അവളിന് പറ്റിയിട്ട് 4 കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അവൾ നിന്റെ അടുത്ത് ഈ വിളിച്ച് കാട്ടും പോലെയൊന്നല്ല. സ്വഭാവമൊക്കെ മഹാമോശമാണ്. അവളുടെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാലേ ഇന്ന് ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞ് തീരുമില്ല. അവൻ അതിലും മീതെ ഒരച്ചിക്കോന്തൻ. എന്തൊക്കെ ആയാലും നിങ്ങൾക്ക് 3 നേരം തിന്നാൻ തരില്ല അത്. പിന്നെന്താണ്? തിന്നാൻ തരുന്ന കാര്യം നീ പറയാണ്ടിരിക്കേ ഭേദം. വായിക്ക് രുചിയായിട്ട് ഒരു സാധനം വെക്കാൻ അറിയില്ല അവൾക്ക്. ഒരു കൂട്ടം വെച്ച കോലം കാണണം നീ. എരിവും പുളി അരികെ പോയിട്ടുണ്ടായില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് BP കൂടുതലല്ലേ പറഞ്ഞിട്ട് എരിവും പുളിയൊക്കെ ഇത്തിരി കമ്മിയാക്കിയതായിരിക്കും. അതിന് നിങ്ങൾ കുറ്റം കണ്ടുപിടിച്ചാലോ? എന്താണെങ്കിൽ എന്താണ്, ഇരിക്കും കാലം എന്തെങ്കിലും നല്ല തിന്നും കൊണ്ടിരിക്കണ്ടേ. ഏത് BP ആണെന്നും പറഞ്ഞിട്ട് മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുക. അതൊക്കെ ഇനി പോട്ടേന്ന് വെക്കാം. തിന്നാൻ കൊണ്ടുവരുന്ന പാത്രത്തിൻ്റെയും ഗ്ലാസിൻ്റെയും കോലം കണ്ട മനസ്സ് പിടിച്ചൊരു സാധനം തിന്നാൻ തോന്നില്ല. തേച്ചൊരച്ച് കഴുകാണ്ടേ. വൃത്തിന്ന് പറയണത് അരികെ പോയിട്ടില്ല. വീടും പരിസരമൊക്കെ കിടക്കണ കോലം കണ്ട എനിക്ക് ആവും കാലം എങ്ങനെ കൊണ്ടു നടന്ന വീടായിരുന്നു. മക ചായ വെക്കണ? എനിക്ക് ചായയും വെള്ളമൊന്നും വേണ്ട. അതിന് എന്തെങ്കിലും വെച്ചു കൊടുക്ക് നീ. ഞാൻ അതിന് ചായ കുടിച്ചല്ലോ. ഞാൻ അടുക്കളയിൽ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് വന്ന്. നീ വരുമ്പോ ആ കുട്ടികളും കൂടി കൂട്ടിയതാണെങ്കിലോ? എന്നാ നിനക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പോകായിരുന്നു. അതിനതിൽക്ക് നാളെയും ക്ലാസ് ഉണ്ടേ. പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കണ്? എല്ലാവർക്കും തിരക്കുള്ളൂല്ലേ. ആർക്കും തിരക്കൊഴിഞ്ഞ നേരല്ല. കുറച്ചും കൂടി ചോറ് എടുക്കുന്നു. വേണ്ടേ, തീരെ വിശപ്പില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാ അപ്പൊ രാവിലത്തെ കഴിച്ചത്. പിന്നെ നീ അത്രയും നിർബന്ധിച്ചതല്ലേ അവർ 2 വറ്റ് എടുത്തതാ. എന്തായാലും ഞാൻ വന്നതല്ലേ. നീ പോയിട്ട് ഉമ്മാന്റെ തുണികൾ തിരുമ്പാണ്ടെങ്കിലേ പോയി എടുത്തു വെക്ക്, ഞാൻ തിരുമ്പിത്തരാം. അതിന് തിരുമ്പാനൊന്നും ഇല്ലേ. ഞാനുള്ളതൊക്കെ അന്നേക്കാൻ തന്നെ തിരുമ്പിയിടും. ഉമ്മാനെ നോക്കാൻ ആർക്കും നേരല്ലാന്ന് തോന്നണ്ടാട്ടാ. അവിടെ ഓരോ കാര്യങ്ങൾ കാരണേ ഇട്ടെറിഞ്ഞ് വന്ന് നിൽക്കാനും പറ്റണില്ല. കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ 10 ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഒഴിവുപോലെ വന്നാൽ മതി.
എനിക്ക് അതിന് ഉമ്മാനെ നോക്കണ അത്ര വലിയ മലയൊന്നും അല്ല. പിന്നെ ഈ ഉമ്മാൻ്റെ കുത്തിപ്പറച്ചില കേൾക്കാൻ വയ്യാത്തത്. എന്താ ചെയ്യണം, അത് അങ്ങനെ ഒരു സ്വഭാവമാണെന്ന്. അത് നിൻ്റെ അടുത്ത് നിന്ന് മാത്രം വെക്കേണ്ട അമ്മ, എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ. നേരത്തെ ഞാൻ വന്നിട്ട് എന്തൊക്കെയോ എന്നെ പറഞ്ഞായിരുന്നു. ഒരു ദിവസം വരാൻ വൈകിയതിനേ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, ഇനി അങ്ങനെയൊന്നും പറയണ്ടാന്ന്. എന്നാലേ ഞാൻ നിൽക്കണില്ല, പോകാൻ നോക്കട്ടെ കേട്ടാ. ഞാൻ ഒഴിപോലെ ഒരു ദിവസം വരാൻ നിൽക്കാൻ. പെണ്ണ് പോയപ്പോൾ എന്തോ പോലെ ഉണ്ട്. അതിന് നിൽക്കണമെന്ന് നല്ല പൂതിയുണ്ട് തോന്നണു. നിനക്കൊന്ന് പറയായിരുന്നില്ലേ അവളുടെ അടുത്ത് നിൽക്കാൻ? നീ പറയാത്തോണ്ടാണ് അവൾ നിൽക്കാണ്ട് പോയത്. ഞാൻ പറയുകയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ താത്ത എങ്ങനെ ഇവിടെ വന്ന് നിൽക്കുക? അവിടെ താത്താക്ക് ഇതുപോലെ ഒരു ഉമ്മ ഉള്ളതല്ലേ നോക്കാന്. അവരിനെ അവിടെ ആക്കിയിട്ട് താത്ത ഇങ്ങോട്ട് വന്നു പറഞ്ഞ അതിനാരാ നോക്കുക? സ്വന്തം ഉമ്മാനെക്കാട്ടിലും വലുത് അവൾക്ക് അമ്മായിമ്മ. ഓ, അപ്പൊ ഞാൻ ഇതുപോലെ ചിന്തിക്കട്ടെ? അവിടെ എൻ്റെ വാപ്പി വെയ്യാണ്ട് കിടക്കുകയാണ്, ഞാൻ നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടേ ഒരാഴ്ച എൻ്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ? അത് പറ്റില്ല അല്ലേ? അതിന് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാ, നീ നിന്റെ വീട്ടിലേക്കൊന്നും പോകാണ്ട് എന്നെ തന്നെ നോക്കിയും കൊണ്ട് ഇവിടെ നിൽക്കണമെന്ന്? എനിക്ക് നീ മാത്രമൊന്നല്ല മരുമകളായിട്ടുള്ളതേ, എനിക്ക് വേറെയും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. എന്നെ അവര് നോക്കും. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ, നാളെ വെള്ളിയാഴ്ചയല്ലേ, 2 ദിവസം കുട്ടികൾക്ക് സ്കൂളും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മൂത്ത മരുമകളെ വിളിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറയും 2 ദിവസം. വരുമെന്ന് കാണാമല്ലോ. എന്താ പിന്നെ വരാണ്ട്? നീ ഇവിടെ ഉണ്ടല്ലോ പറഞ്ഞിട്ടാണ് അവരാരും ഇങ്ങോട്ട് വരാത്തതും നിൽക്കാത്തതും. ഓ, വെക്കണതിനത്തിരി ചോറ് വിളമ്പി തരാനേ ആർക്കും അത്ര മലയൊന്നും അല്ല. ഞാൻ വിളിച്ചാലേ അവർ 2 ദിവസമല്ല, വേണമെങ്കിൽ 4 ദിവസം വന്ന് നിൽക്കും ഇവിടെ. അമ്മ എന്താ കാട്ടണ്? ഏ, ഞാൻ എങ്ങനെ വെറുതെ ഇവിടെ കുത്തിരിക്കയാണ്. വാ ഇരിക്കി. എന്താ അത്, ഉമ്മ നല്ല ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഞാനന്ന് വന്ന് കാണും പോലെ അല്ല, പറ്റി അങ്ങോട്ട് അയക്കണോ? എന്താ അത്, തീരും കൂടിയൊന്നും ഇല്ലേ? ആ, തിന്നലും കൂടിയൊക്കെ കണക്ക് തന്നെ കുട്ടിയെ. എന്താ കാട്ടണ്, ബിപിയും ഷുഗറൊക്കെ അല്ലേ. ചെക്കൻ വന്നില്ലേ? ഇല്ല, എന്നെ അവിടെ മുകളിൽ ഇറക്കി വിട്ടിട്ട് ഇറങ്ങാൻ നേരമല്ല, ആരെയോ കാണാണ്ട് പറഞ്ഞിട്ട് പോയിക്കണോ. എന്നെ കൂട്ടിയിട്ട് പോകാൻ വരുമ്പോൾ ഇറങ്ങിയിരിക്കും. ആ, അല്ല, അതിന് നീ നാളത്തെ കഴിഞ്ഞിട്ടല്ലേ പോണുള്ളൂ. അപ്പൊ അവനെന്താ കാട്ടുക? ഇങ്ങോട്ട് വരികയായിരിക്കും അല്ലേ? നാളത്തെ കഴിഞ്ഞിട്ടാ? പണി കിട്ടിയ റബ്ബേ. അവൻ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് കൂത്തിരിക്കണ്? അവൻ്റെ അടുത്ത് 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ. അല്ലാണ്ട് അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ആരാ ഈ ചോറും ചാറൊക്കെ വെച്ചൊരുക്കി കൊടുക്കാന്? റഷി അവിടെ? അവൾ അതാ അവിടെ അടുക്കളയിൽ ഉണ്ടാവും. എന്നാ ഞാനിപ്പോൾ വരാം, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എന്താ അത്, ഉമ്മ 2 ദിവസം എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടോ? നീ അപ്പം എങ്ങടാ പോണ്? ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാ പറഞ്ഞിട്ടേ കുറേ ആയി, വീട്ടിലേക്കൊന്നും പോക്കേ ഇല്ല. ഉമ്മാനെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പം നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോകാലോ പറഞ്ഞിട്ടാണ്. ആ, പോയിട്ടപ്പം നിൽക്കുവോ? അന്ന് തന്നെ വരില്ലേ? ഇല്ല, 2 ദിവസം നിൽക്കാൻ പറഞ്ഞിട്ടാണ്. നാളെയും മറ്റന്നേ കുട്ടികൾക്ക് സ്കൂളും ഇല്ലാലോ. ഉമ്മ പറഞ്ഞില്ലേ അപ്പൊ വിളിച്ചപ്പോ? ഇല്ലേ, ഉമ്മ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. വിളിച്ച് വരാൻ പറഞ്ഞപ്പോ ഒന്ന് കാണാനായിരിക്കും പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇട്ടെറിഞ്ഞ് വരികയും ചെയ്ത്. 2 ദിവസം നിൽക്കാന്നൊക്കെ പറഞ്ഞ ഞാൻ മാറ്റാനുള്ളതൊന്നും കയ്യിൽ പിടിച്ചൂല്ലേ. പിന്നെ അതുമല്ല, എനിക്ക് ഈ കിടപ്പ് രോഗിയെല്ലാം ഒറ്റയ്ക്ക് നോക്കാൻ സഹായിക്കൂല്ല. ഞാൻ ഇപ്പൊ വന്നപ്പോ തന്നെ ഉമ്മാന്റെ ആ റൂമിൽ കയറിയപ്പോഴേ ആ റൂമത്തെ സ്മെല്ല് മൂക്കിക്ക് അടിച്ചിട്ടേ എന്തോ പോലെയായി. പറയാ, നീ അടിക്കും തുടയ്ക്കും വൃത്തിയാക്കിയിടും ഒക്കെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കിടപ്പിലായ ആൾക്കാരുടെ റൂമിൽ കയറി പറഞ്ഞാലേ ഒരു സ്മെല്ലാ. എനിക്കാണെങ്കിലോ അത് തീരെ പറ്റൂല. 2 ദിവസം ഞാൻ അമ്മയെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോഴേക്കേ എന്നെ ആരെങ്കിലും നോക്കേണ്ട അവസ്ഥയാവും. ആ, എന്തായാലും ഇപ്പൊ ഞാൻ വന്നില്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ന് ഇവിടെ നിൽക്കാം. നീ വേണമെങ്കിൽ നാളെ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ പോയിക്കോ. അതാവുമ്പോ വലിയ കുഴപ്പമില്ലല്ലോ. നിനക്ക് പറഞ്ഞാൽ ഉമ്മാനെ ഒറ്റയ്ക്ക് നോക്കിയിട്ടുള്ള ശീലമൊക്കെ ഉണ്ട്. എനിക്ക് ആ വയ്യൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം കയ്യാളായിട്ട് നിൽക്കാം നിന്റെ കൂടെ. അല്ലാണ്ട് ഉമ്മാനെ ഒറ്റയ്ക്ക് നോക്കാനൊന്നും എന്നെ കൊണ്ട് സഹിക്കില്ലാട്ടോ ഋഷിയെ. നിനക്കിന്ന് ആ സാരി മാറ്റിയിടായിരുന്നോ? മാറ്റാനൊന്നും കൈ പിടിച്ചിട്ടില്ലേ നീ? ഇല്ലേ, ഒന്നും എടുക്കാണ്ട വന്ന്. ഞാനതിന് നിൽക്കാൻ പറഞ്ഞിട്ട് വന്നതൊന്നല്ലല്ലോ. ആ, പറയും പോലെ തന്നെ. വിളിച്ചപ്പോൾ ഞാനത് പറയാനും വിട്ടു. നീ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ 2 ദിവസം നിൽക്കുന്ന രീതിയിൽ വരാന്ന്. അപ്പം നീ അത് കയ്യിൽ വെച്ചിട്ട് വരുന്നല്ലേ വിചാരിച്ച്.
ആ ഇനി പോട്ടെ, സാരില്ല. അവിടെ റേഷൻ്റെ അടുത്ത് ഉണ്ടാവും, അവളുടെ അടുത്ത് നിന്ന് വാങ്ങിട്ടോ. ആ അവളെവിടെ? പോകാൻ പുറപ്പെടുകയായിരിക്കും അല്ലേ? ഇല്ല, നാളെ രാവിലെ പോകാൻ പറഞ്ഞിട്ട് നിൽക്കണം. അതാ, അപ്പം അങ്ങനെയായ. ഇവിടെ എൻ്റെ അടുത്ത് ആരും ഇല്ലാലോ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകാത്തതെന്നായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആളായപ്പോൾ അവൾക്ക് പോകാനും വയ്യേ. അല്ലെങ്കിൽ ഇപ്പം എന്താ അവൾക്ക് ഇപ്പോൾ വീട്ടിൽ പോകാണ്ട്? പാപ്പ വയ്യാണ്ട് കിടക്കണോ? നിങ്ങൾ നോക്കി മടുത്തപ്പോൾ വീട്ടിൽ പോകാൻ ഒരു കാരണം ഉണ്ടാക്കിയതായിരിക്കുമേ. ഞാൻ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു, ഇന്നൊന്നും പോണ്ട, നാളെ രാവിലെ പോയിട്ട് വൈകുന്നേരത്ത് തന്നെ തിരിച്ചു വരുമ്പോൾ ചെയ്തോന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ തറവാട് വീടും സ്ഥലവും അന്ന് കയ്യിലാക്കാൻ വേണ്ടിയിട്ടേ അവൾക്ക് എന്ത് സാമർഥ്യമായിരുന്നു. അപ്പൊ പിന്നീട് ഇങ്ങനെയുള്ള പണികളൊക്കെ വരുന്നുള്ളത് ചിന്തിക്കണായിരുന്നു അവളെ. ഇത്രയും വലിയ വീടും സ്ഥലവും കയ്യിലാക്കിയതും പോരാ, ഞാൻ അവൾക്ക് വരുന്ന നടന്ന് ചോദിക്കാൻ നമ്മളിവിടെ വന്ന് പാട്ട് നടത്തണല്ലേ? എനിക്കൊന്നും വയ്യ 2 ദിവസം ഒന്നും ഇവിടെ നിൽക്കാൻ. എനിക്ക് അവിടെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കണ്? ഞാൻ അതല്ല, ഞാനിപ്പോൾ നിൽക്കാന്ന് വിചാരിച്ചാലും മൂപ്പര് ഇവിടെ വന്ന് നിൽക്കുന്നു തോന്നുന്നുണ്ടോ? നല്ല ആളും, എവിടെ പോയാലും എത്ര പാതിരാത്രി ആയാലും മൂപ്പർക്ക് മൂപ്പരുടെ വീട്ടിലെത്തിയില്ലേ പറഞ്ഞൊരു സമാധാനക്കേടാണ്. അവരിനെ അവിടെ ആക്കിയിട്ട് ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക? നിങ്ങൾക്കും കൂടി അറിയണതല്ലേ നിങ്ങളുടെ മകൻ്റെ സ്വഭാവം. മിനിറ്റിന് മിനിറ്റിന് മൂപ്പർക്ക് ചായ വേണം. ഈ 2 ദിവസമൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാലേ ഇതൊക്കെ ആരാ അവിടെ ചെയ്തു കൊടുക്കാനേ? പെണ്ണ വിളിക്കണ, എന്താ നോക്കട്ടെ. ഹലോ. താത്ത എവിടെ? അവൾ അതാ ഫോണിൽ വർത്താനം പറയാ തോന്നുന്നുണ്ട്. ആ ശരി, എന്നാ ഞാൻ വരാം. ആ വെച്ചോ. നോക്ക് ഋഷിയെ, എനിക്കിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടാ. പെണ്ണാ വിളിച്ചതേ, അവളിന്ന് വീട്ടിലേക്ക് വരണ്ടത്രേ. നീ ഒരു കാര്യം ചെയ്യേ, സൈനബാനെ വിളിച്ചിട്ടേ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ. അവൾക്കാകുമ്പോൾ കൈക്കെട്ടും കാലിക്കെട്ടൊന്നും ഇല്ലല്ലോ. മാപ്പിള ഗൾഫിലാണ്, മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തും പോയി നിൽക്കുക. അവൾ 2 ദിവസമല്ല 4 ദിവസം വേണമെങ്കിൽ നിൽക്കും. അപ്പൊ നിനക്ക് 2 ദിവസം നിന്റെ വീട്ടിൽ പോയിട്ട് സമാധാനം പോലെ നിൽക്കുകയും ചെയ്യാലോ. അങ്ങനെ ചെയ്യേട്ടാ. എന്നാ ഞാൻ അങ്ങോട്ട് മോളിക്ക് കയറട്ടെ. മൂപ്പർക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും നേരല്ല തോന്നണം. എന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് ആക്കിയിട്ട് വേണത്ര പെണ്ണിനെ വിളിക്കാൻ പോകാന്. എന്നാ ശരി, നിങ്ങൾ നോക്കിയിട്ടേ വയം പോലെ ചെയ്യേ. ഞാൻ പോട്ടെന്നാ, പിന്നെ ഒഴിവുപോലെ വരാം. മൂത്ത മരുമകളുടെ തിരക്കൊക്കെ കണ്ടില്ലേ ഇപ്പൊ നിങ്ങള്? ഞാൻ ഒരാളും കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക് മരുമകളായിട്ട്, അവനെയും കൂടി ഒന്ന് വിളിച്ചു നോക്കി. വരും, നിങ്ങൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും അവിടെ. ഞാൻ നിങ്ങൾ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. എനിക്കറിയാം പിന്നെ രണ്ടാളിൻ്റെ സ്വഭാവം. നിങ്ങൾക്കാണ് എത്ര കണ്ടാലും കൊണ്ടാലും പഠിയാത്തത്. നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് നീ മാത്രമല്ല മരുമകളായിട്ടുള്ളത്, വേറെയും മരുമക്കളുണ്ട് എന്ന്. അവരുടെ സ്വഭാവം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ വരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും കൊണ്ട് അവനെ വിളിപ്പിച്ചത്. അവർക്ക് രണ്ടാൾക്കും ഒരു വിചാരമുണ്ട്, ഈ തറവാട് വീടും സ്ഥലവും ഒക്കെ നമുക്ക് എഴുതി തന്നതുകൊണ്ട് ഉമ്മാനെ നോക്കാനുള്ള ബാധ്യത മുഴുവൻ നമുക്കാണ് എന്ന്. ഞാനും ഒക്കെ ചോദിച്ചു വാങ്ങിയതൊന്നും അല്ലല്ലോ ഇതൊന്നും. എല്ലാവരും കൂടി നിങ്ങൾ എടുത്തോളി, ചെറിയ മകനക്കുള്ളതാണ് തറവാട് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കെട്ടി തന്നതല്ലേ. എനിക്ക് അന്നും അറിയായിരുന്നു ഇതൊന്നും അവർക്ക് വേണ്ടാണ്ടൊന്നും അല്ല. ഇതൊക്കെ അവരുടെ പേരിലായി പറഞ്ഞ കൂടെ നിങ്ങളും അവരുടെ തലയിലാവും എന്നുള്ള പേടിയും കൊണ്ടാണ് വേണ്ട പറഞ്ഞതെന്നൊക്കെ. അവർക്ക് ആർക്കും നിങ്ങൾ നോക്കാൻ വയ്യെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കും നിങ്ങളെ. അത് അമ്മായിമ്മയായിട്ടൊന്നുമല്ല, സ്വന്തം ഉമ്മയായിട്ട് തന്നെ നോക്കും. എനിക്കറിയേ നീ സ്നേഹമുള്ളവളാണെന്നും നീ എന്നെ ഇട്ടിട്ട് പോയില്ല എന്നൊക്കെ. പിന്നെ എപ്പോഴും നീ ഒറ്റയ്ക്ക് കടന്നും ബുദ്ധിമുട്ടുമ്പോഴേ ഇടയ്ക്ക് അവരിനെ വിളിച്ച് വരാൻ പറയണത് നിനക്കൊരു സഹായമാവുമല്ലോ പറഞ്ഞിട്ടാണ്, അല്ലാണ്ട് അവരുടെ സ്വഭാവം അറിയാണ്ടൊന്നും അല്ല. എനിക്ക് അങ്ങനെ ആദ്യ സഹായം വേണ്ട നിങ്ങളെ നോക്കാൻ. എനിക്കൊരു കാലത്ത് നിങ്ങൾ നോക്കി മടുക്കൂല്ല. പോരെ?